അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. വിത്ർ നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടുന്ന ഒരു ദിക്ർ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ 1750 നമ്പറായിട്ട് ആ സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂതിറു ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിത്ർ 3 റക്അത്ത് ഉണ്ടല്ലോ, അതിൽ സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, അടുത്തതിൽ കുലിയ അയ്യുഹൽ കാഫിറൂൻ, അവസാനത്തെ ഒറ്റയിലെ കുൽ ഹുവല്ലാഹു അഹദ് എന്നീ സൂറകളാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് വയഖൂലു ബഅദമാ യുസല്ലിമു, പ്രവാചകൻ വിത്റിൽ നിന്ന് സലാം വിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയും. എന്താ പറയുക? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ രാജാധിപതിയായ അള്ളാഹു മഹാപരിശുദ്ധനാണ് എന്ന് സലാസ മറാത്ത് 3 പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂല് പറയുമെന്നാണ്. എന്നിട്ട് യർഫൗ ബിഹാ സൗതഹു, ആ 3ാമത്തത് ഒരൽപ്പം ശബ്ദം ഉയർത്തും. ഇത് പ്രവാചകൻ്റെ ഒരു സുന്നത്താണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ലാ ഹിജ്റ 676 വഫാത്തായ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, യുസ്തഹബ്ബു അൻ യഖൂല ബഅദൽ വിത്രി 3 മറാത്ത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. വിത്ർ നമസ്കാര ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയൽ മുസ്തഹബാണ്, സുന്നത്താണ്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാ ഹിജ്റ 610 വഫാത്തായിട്ടുള്ള മഹാനവറുകൾ അദ്ദേഹത്തിന് അൽ മുഗ്നി എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, യുസ്തഹബ്ബു അൻ യഖൂല ബഅദ വിത്രിഹി സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 തവണയാണത് പറയേണ്ടത്. എന്നിട്ട് വയമുദ്ദു സൗതഹു ബിഹാ ഫി സാലിസ, 3ാമത്തതിൽ അല്പം ശബ്ദമുയർത്തുക. അപ്പോൾ ഇത് നമ്മൾ വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ദിക്റാണ്, വ്യക്തമായിട്ടുള്ള ഒരു സുന്നത്താണ്. ഇത് റമളാനിലും അല്ലാത്ത കാലത്തും എപ്പോഴൊക്കെ നമ്മൾ രാത്രിയിൽ ഈ വിത്ർ നമസ്കരിക്കുന്നുവോ ആ വിത്ർ നമസ്കാരം പൂർണ്ണമായാൽ സലാം വിട്ടിക്കഴിഞ്ഞാൽ പറയേണ്ടുന്ന ഒരു ദിക്റാണ്. ആ ദിക്റുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.